മാർഗരതികൾ നടക്കുന്നില്ലേ? എന്താണ് നടക്കാത്തത്? ഓ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ എത്രയെത്ര കാര്യങ്ങളെയാണ് പിച്ചി ചീന്തപ്പെടുന്നത്. അത് ഉറൂസുകളോടനുബന്ധിച്ച് ഉണ്ട് എന്നതുപോലെ തന്നെ വിവാഹങ്ങളോടനുബന്ധിച്ചും നടക്കുന്നില്ലേ? വിവാഹത്തോടനുബന്ധിച്ച് അല്ലാഹു അനുവദിച്ചു തന്ന സുന്ദരമായ വിവാഹം എന്ന് പറയുന്ന മഹത്തായ കർമ്മം, അല്ലാഹുവോട് ഒരു രക്ഷിതാവ് ഏറ്റവും ശുക്ർ പറയേണ്ടുന്ന കർമ്മത്തോടനുബന്ധിച്ച് എത്രയെത്ര അനാചാരങ്ങളാണ് ഈ സമുദായം കൊണ്ട് നടക്കുന്നത്, എത്രയെത്ര പ്രയാസങ്ങളാണ് ഉണ്ടാക്കി തീർക്കുന്നത്. ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞു, എന്ത്? ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ അയാൾ കാണൽ സുന്നത്തുണ്ട്, അല്ലേ? കാണൽ സുന്നത്തുണ്ട്. പക്ഷേ കാണാനൊരു പോക്കുണ്ടോ? ഒരു ചടങ്ങ് കാണാൻ വേണ്ടി ഒരു പട്ടാളം, പെണ്ണ് നോക്കാൻ വേണ്ടി ഒരു ടീം തന്നെ പോകുന്നു. എന്നിട്ടോ അനീച്ചൊരുക്കിയ ഈ പെണ്ണിനെ ഇങ്ങനെ അന്യ ആണുങ്ങളുടെ എത്ര ആളായി പെണ്ണിനെ കെട്ടുന്നത്? ഒരുത്തൻ കെട്ടാൻ എന്തിനാ 100 ആള് കാണുന്നത്? എല്ലാവരെ കൊണ്ടും ഇങ്ങനെ ഈ പെണ്ണിനെ ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ടത് വീഡിയോ ക്യാമറയിൽ പകർത്തുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടതാ ചെറുപ്പക്കാര് അതാ കണ്ടു രസിക്കുന്നു. കണ്ണുകൊണ്ട് വ്യഭിചരിക്കുകയല്ലേ മുസ്ലിമേ? ഇത് ഇസ്ലാം അനുവദിച്ചതാണോ? ഇത് ഇസ്ലാം അനുവദിച്ചതാണോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, കൂട്ടുനിൽക്കരുത് കേട്ടോ. വളർത്തി താരാട്ടുപാടി ഉണ്ടാക്കിയ, കൈ വളരുന്നു കാല് വളരുന്നു എന്ന് ഓമനിച്ച് വളർത്തി ഉണ്ടാക്കിയ അല്ലാഹു തന്ന അനുഗ്രഹമായ നമ്മുടെ മകളില്ലേ, ആ മകളെ ആരാന്റെ കണ്ണുകൾക്ക് കൊത്തിവലിക്കാൻ വേണ്ടി ആണുങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി വിടല്ലേ ഉമ്മ. അള്ളാന്റെ നിഅമത്തിന് നാളെ മറുപടി പറയണ്ടേ? കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അവൻ മാത്രം അവളെ കാണട്ടെ, അവൻ മാത്രം അവളെ കണ്ടെങ്കിൽ കണ്ടു എന്ന് പറയട്ടെ, ഇഷ്ടപ്പെടട്ടെ. എന്നിട്ടോ കല്യാണം കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞാലേ സുഹൃത്തെ നിന്റെ ഭാര്യയാകുന്നുള്ളൂ, വിവാഹം കഴിഞ്ഞാലേ നിന്റെ ഭാര്യയാകുന്നുള്ളൂ. പക്ഷേ അതാ ഒരു വിഭാഗം ആളുകൾ ഇന്ന് എന്താ ചെയ്യുന്നത്? പരിഷ്കരിച്ച് ഇപ്പൊ എവിടെ എത്തി? ഒരു പെണ്ണിനെ കണ്ടതാ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്കതാ മുന്തിയ തരം മൊബൈൽ സമ്മാനിക്കുന്നു. അതാ മുന്തിയ തരം മൊബൈലും കൂടെ ഒരു ചിപ്പും. പിന്നെ സംസാരമായി. നിക്കാഹെന്ന കുറെ കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവൾക്ക് കിട്ടിപ്പോയി വലിയൊരു മുതല്, ഇവൻ സമ്മാനിച്ചതാണ്. ആ നിമിഷം തൊട്ടുകൊണ്ട് പിന്നെ നാവുകൊണ്ട് വ്യഭിചാരം തന്നെ, കാതുകൊണ്ട് വ്യഭിചാരം തന്നെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടോ ഉമ്മ? ഒരിക്കലും നിങ്ങളെ മകളെ അതിന് വിട്ടുകൊടുക്കരുത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബഹുമാനമുണ്ടോ ഉപ്പ? ഒരിക്കലും ഒരു മകന് നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കരുത്. അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടോ? ഹബീബിനെ പിന്തുടർന്നോളൂ. അല്ലാഹുവിനോട് ബഹുമാനമുണ്ടോ? നബി തങ്ങളെ ബഹുമാനിച്ചോളൂ, സ്നേഹിച്ചോളൂ. അവിടുന്ന് എന്താണ് നമ്മളോട് പറഞ്ഞത്? അതാ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കാൻ. ആരാ ഇവളുടെ ഇവൻ? അല്ലെങ്കിൽ ഇവന്റെ ആരാണിവൾ? ഭാര്യയാണോ? പെങ്ങളാണോ? ഉമ്മയാണോ? അല്ലെങ്കിൽ കെട്ടുബന്ധം ഹറാമായ വല്ല ബന്ധുവുമാണോ? അല്ലല്ലോ, അന്യപെണ്ണല്ലേ. അന്യപെണ്ണിനോട് സംസാരിക്കാനേ പുരുഷ നിനക്ക് ആരാനുമാരും തന്നത്? ആരാ നിനക്കിതിന് ലൈസൻസ് തന്നത്? പെണ്ണിന്റെ രക്ഷിതാവിന്റെ കയ്യിൽ നിന്ന് ഖബിൽതു മിൻക നിക്കാഹഹാ എന്ന് നിങ്ങൾ അറബിയിൽ പറഞ്ഞോളൂ. അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞാനത് സ്വീകരിച്ചു എന്ന് മലയാളത്തിൽ പറയട്ടെ. ഏത് നിലക്കാണെങ്കിലും ആ കരാർ നിങ്ങൾ രക്ഷിതാവിന്റെ കയ്യിൽ നിന്ന് 2 സാക്ഷികൾ മുഖാന്തരം സ്വീകരിച്ച് മഹർ കൊടുത്താലല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയാകുമോ? സംസാരിക്കാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? അതേ രൂപത്തിൽ അവരുമായി കൊഞ്ചിക്കൊഴയാൻ പാടുണ്ടോ? പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, നമ്മുടെ മക്കൾ അന്ന് നമുക്ക് നൽകിയ നിഅമത്താണ്. ആ നിഅമത്തിനെ പറ്റി കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, എല്ലാവരോടും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. ഒരൊറ്റ മുസ്ലിമും നിന്ന് കൊടുക്കരുത്. അങ്ങനെ ഒരു അന്യപുരുഷൻ ഒരു പെണ്ണുമായി മൊബൈലിൽ ഒറ്റക്ക് സംസാരിക്കാമോ? അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റക്കാകരുത്. ഒറ്റക്കായി പോയാൽ അവിടെ മൂന്നാമനായിട്ട് ശൈത്താൻ ഉണ്ടാകും. അതൊരു സ്ഥലത്ത് ഒറ്റക്കാകുന്നത് മാത്രമല്ല, മൊബൈൽ സംസാരിക്കുമ്പോ പെണ്ണൊറ്റക്കാണ്, മൊബൈൽ സംസാരിക്കുമ്പോ ദൂരെ നിന്ന് ആണും ഒറ്റക്കാണ്. അവരെന്തൊക്കെയാ പറയുന്നത്? പറഞ്ഞ് രസിച്ചിനി ആദ്യ രാത്രിയിൽ ഈ കോന്തന് എന്താ ഇനി പറയാനുള്ളത്?
എല്ലാം അവൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാം അവളും പറഞ്ഞു കഴിഞ്ഞു. ഇസ്ലാമാണോ? ഓ വിഡ്ഢി, എന്ത് വിഡ്ഢിത്തരമാണ് ഈ ചെയ്യുന്നത്? വിഡ്ഢിത്തം എന്നത് പോകട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? മനുഷ്യ, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരത്തിൽ പങ്കുണ്ട്. കണ്ണുകൊണ്ട് നീ ഒരു അന്യപെണ്ണിനെ കണ്ട് രസിക്കുമ്പോ, അത് ടിവിയിലാണെങ്കിലും കലണ്ടറിലെ ഫോട്ടോയിലാണെങ്കിലും സീരിയലിലെ നടികയാണെങ്കിലും പുറത്തേക്കൊടുത്തു പോകുമ്പോൾ ചുമരിലൊട്ടിച്ച പോസ്റ്ററുകളിലൂടെയാണെങ്കിലും സിനിമാ ടാക്കീസിൽ വെച്ചാണെങ്കിലും, ഇനി മാധ്യമം ജമാഅത്തെ ഇസ്ലാമിക്കാരനില്ലേ, ജമാഅത്തുകാരന്റെ മുഖപത്രമില്ലേ മാധ്യമം, മാധ്യമത്തിൽ ഒരു നാണവും ഉളുപ്പുമില്ലാതെ ഫുൾ പേജ് പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ ഫോട്ടോ കൊടുക്കാറില്ലേ, ജ്വല്ലറിയുടെ പരസ്യം കൊടുക്കാറില്ലേ, ടെക്സ്റ്റൈൽസിന്റെ പരസ്യം കൊടുക്കാറില്ലേ? അങ്ങനെയൊക്കെ ആ രൂപത്തിൽ പെണ്ണിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന ജമാഅത്തുകാരന്റെ മുഖപത്രം, ഓ പ്രിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? സാന്ദർഭികമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എന്താ എപ്പോഴും പറയാറുള്ളത്? അള്ളാന്റെ വിധിക്കെതിരെ ഒന്നും ചെയ്തുകൂടാ. നിങ്ങളുടെ മാധ്യമം പത്രത്തിൽ ഇങ്ങനെ തോന്നിയാസം ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ അള്ള നിങ്ങൾക്ക് എവിടെയാ അനുവാദം തന്നത്? അതുപോലെ തന്നെ ഖുറാഫിയുടെ സിറാജ് പത്രത്തിലും ഇങ്ങനെ ഈ അശ്ലീലം കൊടുക്കാൻ ആരാവർക്ക് അനുവാദം കൊടുത്തത്? ഇങ്ങനെ തോന്നിയാസത്തിന്റെ രംഗങ്ങൾ കണ്ടു രസിക്കാനും അങ്ങനെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നത്. അങ്ങനെ ഒരാളത് കണ്ടു രസിക്കുകയാണെങ്കിൽ രണ്ട് കണ്ണുകളുടെ വ്യഭിചാരമാണ് ഉമ്മ ഉപ്പ. അത്തരത്തിലുള്ള നോട്ടം എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിനോട് ബഹുമാനം ഉണ്ടെങ്കിൽ നിർത്തിക്കോളി. അള്ളാനെ പേടിയുണ്ടെങ്കിൽ അവസാനിപ്പിച്ചോ ഈ പരിപാടി. ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, ഇനി അത് നോക്കി രസിക്കൽ മാത്രമാണോ തെറ്റി? അതാ വീടുകളിൽ ചില ആളുകൾ ഇങ്ങനെ നോക്കി രസിക്കുകയാണ്. ഉമ്മയും ഉപ്പയും